ഡിവിഡൻഡ് ഡിസിഷൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. Dividend is the portion of profit which is distributed to shareholders. Dividend decision related to appropriation of earned profit. Dividend എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ പോർഷന് പറയുന്ന പേരാണ് ഡിവിഡൻഡ്. നമ്മുടെ ഏൺ ചെയ്ത് വെച്ചിരുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ആ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നത്. There are two major alternatives are to be retain the profits or distribute them to shareholders. രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ പ്രോഫിറ്റ് നമുക്ക് റീറ്റെയിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എ കമ്പനി ഹാസ് ടു ഡിസൈഡ് ഹൗ മച്ച് പ്രോഫിറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ആസ് ഡിവിഡൻഡ് ആൻഡ് ഹൗ മച്ച് ടു റീറ്റെയിൻ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ബിസിനസ്. ഒരു കമ്പനിയാണ് ശരിക്കും ഡിസൈഡ് ചെയ്യേണ്ടത് എത്രത്തോളം ഡിവിഡൻഡ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മൾ അടുത്ത ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് റീറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. The dividend policy of the company should be to maximize market value per share. Thus, the financial manager should determine the optimum dividend payout ratio. Dividend policy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ മാക്സിമൈസ് ചെയ്യുക. അതാണ് ഡിവിഡൻഡിന്റെ പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതാണ് ജനറലി ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ആണ്, അത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഒന്നെങ്കിൽ ഡിവിഡൻഡ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിറ്റെയിൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ഹോൾഡേഴ്സിന് ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് എമൗണ്ട് ഓഫ് ഏർണിങ്സ്. മെയിൻ ഡിറ്റർമൈനിങ് ഫാക്ടർ ഓഫ് ഡിവിഡൻഡ് പോളിസി because dividend can be paid out of current and past earnings. ഏറ്റവും ഒന്നാമത്തെ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഏർണിങ്സ് ആണ്. നമുക്ക് എത്രത്തോളം ഏർണിങ്സ് കിട്ടുന്നുണ്ടോ അതിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഇപ്പോൾ ഉള്ളതും നേരത്തെ കിട്ടിയിട്ടുള്ളതുമായ ഏർണിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതാണ് സ്റ്റെബിലിറ്റി ഏർണിങ്സ്. എ കമ്പനി ഹാവിംഗ് സ്റ്റേബിൾ ഏർണിങ്സ് ഈസ് ഇൻ എ പൊസിഷൻ ടു ഡിക്ലെയർ ഹയർ ഡിവിഡൻഡ്, അതർവൈസ് സ്ട്രിക്ട് ഡിവിഡൻഡ് പോളിസി ഫോളോഡ്. നമുക്ക് എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ഗുഡ് ഏർണിങ്സ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹയർ ഡിവിഡൻഡ് പുറത്തുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് അങ്ങനെയല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിങ്സ് അല്ല നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പോളിസി സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഫോളോ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്. കമ്പനീസ് ജനറലി ഫോളോ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. They follow increasing dividend policy when there is a confidentiality in their earnings capacity has gone up. അതായത് അവരുടെ ഇൻകം കൂടിയാൽ, അവരുടെ ഡിവിഡൻഡ് പോളിസി ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത് എപ്പോഴാണ്, അവർക്കൊരു ഉറപ്പ് വരണം. അവരുടെ കപ്പാസിറ്റി കൂടി, അവരുടെ കയ്യിലുള്ള ഇൻകം കൂടി എങ്കിൽ മാത്രമേ ഹയർ ഡിവിഡൻഡ് പോളിസി പുറത്തുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കത്തുള്ളൂ. പിന്നെ ഫോർത്ത് പോയിന്റ് ആണ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. കമ്പനീസ് ഹാവിംഗ് ഗുഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് റീറ്റെയിൻ മോർ മണി ഔട്ട് ഓഫ് ദെയർ ഏർണിംഗ്സ് സോ ആസ് ടു ഫിനാൻസ് ദ റിക്വയർഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ, നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള പണം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കമ്പനി ആണെങ്കിൽ അവരനുസരിച്ച് പണം റീറ്റെയിൻ ചെയ്യും, ആ ഏർണിംഗ്സിൽ നിന്ന് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഫിഫ്ത്ത് പോയിന്റ് ആണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ. ഡിവിഡൻഡിനകത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണുള്ളത്. നമ്മൾ ഡിവിഡൻഡ് പുറത്തേക്ക് ക്യാഷ് കൊടുക്കുകയല്ലേ, അപ്പൊ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. എ കമ്പനി മേ ബി പ്രോഫിറ്റബിൾ ബട്ട് ഷോർട്ട് ഇൻ ക്യാഷ്. അവൈലബിലിറ്റി ഓഫ് എനഫ് ലിക്വിഡ് ക്യാഷ് ഇൻ ദ കമ്പനി ഈസ് നെസസറി ഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഏറ്റവും കൂടുതൽ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. കമ്പനിയുടെ കയ്യിൽ ക്യാഷ്, ലിക്വിഡ് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈസി ആയിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ക്യാഷിന് അവർ ഷോർട്ട് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ point. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ആണ്. ഡിസയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഡിവിഡൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ എക്കണോമിക് സ്റ്റാറ്റസ്. സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ആർ റിട്ടയർഡ് പീപ്പിൾ, പ്രിഫർ റെഗുലർ ഇൻകം, വെൽത്തി ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ. അതായത് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അവർക്ക് നമ്മുടെ അവരുടെ ഓരോരുത്തരുടെയും എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ചായിരിക്കും അവർ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുന്നത്.
ഇപ്പം വളരെ ചെറിയ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരൊരു ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അവർ റെഗുലർ ആയിട്ടൊരു ഇൻകം ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നല്ല പൈസയുള്ള വെൽത്തി ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ടാക്സേഷൻ പോളിസിയാണ്. ടാക്സേഷൻ റേറ്റ് അഫക്ട് ദ നെറ്റ് ഏർണിംഗ്സ് ഓഫ് ദ കമ്പനി, thereby its dividend policy also. If tax on dividend is higher, it is better to pay less by way of dividends. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അത് ടാക്സേഷൻ പോളിസി നമ്മുടെ കമ്പനിയുടെ ഏർണിങ്സിനെ നല്ലവണ്ണം ബാധിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഡിവിഡൻഡിന്റെ പോളിസിനെ നല്ലപോലെ ബാധിക്കും. ഇപ്പം നമ്മൾ നല്ലവണ്ണം ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ടാക്സ് ഹയർ ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവിഡൻഡ് കുറച്ച് കൊടുക്കും. അതാണ് ടാക്സേഷൻ പോളിസി അഫക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻസ് ആണ്. ഇൻക്രീസ് ഇൻ ഡിവിഡൻഡ് പോളിസി ഹാസ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ഷെയർ പ്രൈസ്. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ഫോർ ഇൻവെസ്റ്റേഴ്സ്, ഹെൻസ് സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ്. ഡിക്രീസ് ഇൻ ഡിവിഡൻഡ് ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഷെയർ പ്രൈസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് പോളിസിയിൽ ഡിവിഡൻഡ് ഷെയർ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റും അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സ്റ്റോക്ക് പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് ഡിക്രീസ് ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഡിവിഡൻഡിന് ഡിക്രീസ് ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഷെയർ പ്രൈസിന് മൊത്തത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. ലാർജ് ആൻഡ് റെപ്യൂട്ടഡ് കമ്പനീസ് ടെൻഡ് ടു പേ ഹയർ ഡിവിഡൻഡ്സ് ആൻഡ് ദ സ്മോളർ കമ്പനീസ് വിച്ച് ഹാവ് റിലേറ്റീവ്ലി ലോ അസറ്റ്സ് ടു ദ മാർക്കറ്റ്. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കമ്പനികൾക്കാണെങ്കിൽ ഈസി ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനും അവർക്ക് ഹയർ ഡിവിഡൻഡ് കൊടുക്കാനും പറ്റും. പക്ഷെ സ്മോൾ കമ്പനീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് മാർക്കറ്റിൽ ചെറിയ അസറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ലീഗൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ആണ്. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്, ഡിവിഡൻഡ് can be paid out only out of current or past profit after providing for depreciation. നമ്മൾ എപ്പോഴും ലീഗൽ കൺസ്ട്രെയിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. പ്രൊവിഷൻസ്, കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കണം ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. കറന്റ് ആണെങ്കിലും പാസ്റ്റ് പ്രോഫിറ്റിൽ നിന്നാണെങ്കിലും ഡിപ്രീസിയേഷൻ ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ഡിവിഡൻഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. സോ അത് അവിടുത്തെ ലീഗൽ കൺസ്ട്രെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കണം നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യേണ്ടത്. No dividend can be paid out of capital. Such provisions must be adhered to while declaring the dividend. ക്യാപിറ്റലിന്റെ അകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാറില്ല, നമ്മൾ പ്രോഫിറ്റ് നിന്നാണ് ഡിവിഡൻഡ്സ് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ആണ് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ്. സംടൈംസ് ദ ക്രെഡിറ്റേഴ്സ് മേ ഇമ്പോസ് certain restrictions on the payment of dividends in future. The company doesn't violate the terms of the loan agreement at the time payment of dividend. ചില സമയത്ത് ക്രെഡിറ്റേഴ്സ് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഇത്തരത്തിലുള്ള ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ, ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ട്. കമ്പനി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി എന്ത് ചെയ്യണം, ഒരു ഫേം ഫ്യൂച്ചർ ഓപ്പറേഷൻസിൽ എങ്ങനെയായിരിക്കണം പണം ചെലവഴിക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിനുള്ളൊരു ബ്ലൂ പ്രിന്റ് എപ്പോഴും നമ്മൾ റെഡി ആക്കിയിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The objectives of financial planning are to ensure enough funds are available at right time. നമുക്ക് ഫ്യൂച്ചറിൽ ഏതെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പണം അവൈലബിൾ ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് the financial activities carried out to active the basic objectives of the firm. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് എന്തൊക്കെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഭാവിയിൽ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്. ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. മാക്സിമം പ്രോഫിറ്റ് ഫ്രം മിനിമം എഫേർട്സ്, അല്ലെങ്കിൽ അതുവഴി മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. ഇതാണ് ഉദ്ദേശം. It is a process which decides in advance capital requirements and capital structure. നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെന്റ്സും ക്യാപിറ്റൽ സ്ട്രക്ചറും നമ്മൾ
അഡ്വാൻസ് ആയിട്ട് തീരുമാനിക്കുകയാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് ഫോർകാസ്റ്റ്. ഫിനാൻഷ്യൽ പ്ലാനിങ് തുടങ്ങുന്നത് തന്നെ സെയിൽസിന്റെ ഒരു എത്രത്തോളം സെയിൽസ് നമുക്ക് കിട്ടാമെന്നുള്ള ഫോർകാസ്റ്റിൽ ആണ് തുടങ്ങുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനകത്ത് ഷോർട്ട് ടേമും ലോങ് ടേമും പ്ലാനിങ്സ് ഇൻവോൾവ് ആണ്. ഷോർട്ട് ടേം പ്ലാനിങ് ആണ് ബജറ്റ് എന്ന് പറയുന്നത്. ലോങ് ടേം ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ലോങ് ടേമും ഷോർട്ട് ടേമും ആയിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഓർഗനൈസേഷന്റെ റവന്യൂ അതുപോലെ തന്നെ എക്സ്പെൻസസ് ഒരു ലോങ് ടേം ബേസിസിൽ ഫോർകാസ്റ്റ് ചെയ്യുക. തേർഡ് പോയിന്റ് ആണ് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പോളിസീസ്, എത്രത്തോളം ഫണ്ട് വേണം, ഏത് പാറ്റേണിലാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സോഴ്സസിൽ നിന്ന് എടുക്കണം എന്നുള്ളതിന് ഫോർമുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സും പ്രോഗ്രാംസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഫിഫ്ത്ത് പോയിന്റ് ആണ് ഈ ചെയ്തു വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുക. കറക്റ്റ് ടൈം അക്കോർഡിംഗ് ടു എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, അപ്പൊ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. എന്തൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്? സ്റ്റെപ്സ് നമ്മൾ നോക്കി. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആയിരിക്കണം കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ. അത് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, to ensure that firm does not raise resources unnecessarily. അനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് റേസ് ചെയ്യാതിരിക്കുക. മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഫണ്ട് അവൈലബിൾ ആക്കുക. കോസ്റ്റ് ഓഫ് ഫണ്ട്സ് മാക്സിമം മിനിമൈസ് ചെയ്തിട്ട് പ്രോപ്പർ മിക്സ് ആയിരിക്കണം ഫിനാൻസ് ഉപയോഗിക്കേണ്ടത്, സോഴ്സ് ഓഫ് ഫിനാൻസ്. അല്ലാതെ അൺനെസസറി ആയിട്ടുള്ള സോഴ്സസ് ഒന്നും എടുക്കരുത്. ടു എൻഷുർ പ്രോപ്പർ കൺട്രോൾ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ത്രൂ എഫക്റ്റീവ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് പ്രൊസീജിയേഴ്സ്. കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, കൃത്യമായിട്ടുള്ള പോളിസി പ്രോഗ്രാംസ് പ്രൊസീജിയറിൽ കൂടെ അതിനെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഓവറോൾ പ്ലാനിങ്ങിന്റെ ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ഒരു ബിസിനസിന്റെ സക്സസിനെ നിയന്ത്രിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ടൊരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടെങ്കിൽ ബിസിനസ്സിന് ഒത്തിരി ഫണ്ടിന്റെ സർപ്ലസിന്റെ കാര്യത്തിലാണെങ്കിലും ഷോർട്ടേജിന്റെ കാര്യത്തിലാണൊക്കെ ഒരുപാട് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സെക്കൻഡ് പോയിന്റ് ആണ് പലതരത്തിലുള്ള ബിസിനസ് ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ. പ്രൊഡക്ഷൻ ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഇതെല്ലാം ഫിനാൻഷ്യൽ പ്ലാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാ ആക്ടിവിറ്റീസിനെയും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് ടുഗദർ ബ്രിങ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് സഹായിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രസന്റിനും ഫ്യൂച്ചറിനും തമ്മിലൊരു ലിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. കൃത്യമായിട്ട് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ കൺട്രോൾ തരുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷിന്റെ ഫണ്ട്സിന്റെ ഈ ലിക്വിഡിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഫിനാൻസ് നല്ല രീതിയിൽ കുറച്ച് അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ഇതൊക്കെ ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന ആളുടെ പേരാണല്ലോ ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അയാൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് എസ്റ്റിമേറ്റ് ഇടും, ഏതൊക്കെ സോഴ്സിൽ നിന്ന് എടുക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യും, കൃത്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യും, ആ റേസ് ചെയ്ത ഫണ്ട്സിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും, അതേപോലെ തന്നെ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട്സ് ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യും, ക്യാഷ് മാനേജ് ചെയ്യും, ഫണ്ടുകൾ കൺട്രോൾ ചെയ്യും. ഇനി എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പലതവണ ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ നമ്മൾ കേട്ടു. ഇതിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ഇറ്റ്സ് എ മിക്സ് ബിറ്റ്വീൻ ഓണർ ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സിന്റെ ഫണ്ടും പുറത്തുനിന്ന് നമ്മൾ ബോറോ ചെയ്ത ഫണ്ടിന്റെ മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Capital structure refers to the mix of composition of long-term sources of funds. Okay, equity shares, preference shares, debentures പോലെയുള്ള
ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സിന്റെ ഒരു മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഡെഫിനിഷൻ നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ or financial structure of a company refers to the type of securities issued and proportionate amount that make up the capitalization. The capital structure of an enterprise may consist of one of the following. താഴെ പറയുന്നവയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇക്വിറ്റി മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും വരാം. ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും വരാം. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് വരാം. ഇക്വിറ്റി, പ്രിഫറൻസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ് ഇതെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ളത് ആവാം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഫിനാൻസ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ് ഒപ്റ്റിമം ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ കണ്ടെത്തുക എന്നുള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമം ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കൃത്യമായിട്ട് ഡെറ്റിന്റെയും ഇക്വിറ്റിന്റെയും ഒരു പ്രപ്പോർഷൻ ആയിരിക്കണം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്നതും ഓരോ ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതും ആയിരിക്കണം. പ്രപ്പോർഷൻ ഓഫ് ഡെറ്റ് ഇൻ ഓവറോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഡെറ്റിന്റെയും ഇക്വിറ്റിന്റെയും പ്രപ്പോർഷനെയാണ് അതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഡെറ്റ് പ്ലസ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഓർ ഡെറ്റ്, അതാണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓൺ ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഇതിൽ ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ക്യാപിറ്റൽസ് ആണ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്. ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡെറ്റിന് വരുന്നതാണ് ലോണുകൾ, ഡിബഞ്ചറുകൾ, ബോൺഡ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡെറ്റുകളാണ്, അതായത് പുറത്തുനിന്ന് നമ്മൾ കടമായിട്ട് വാങ്ങിക്കുന്ന ലോൺസ്, ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ്, ഇതൊക്കെയാണ് ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിന്റെ മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രപ്പോർഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്രോപ്രിയേറ്റ് ഉള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക, അതേപോലെ തന്നെ റിസ്ക് കുറയ്ക്കുക, അതേപോലെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക, സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റലിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, ഓർഗനൈസേഷന് മാക്സിമം എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ നൽകുക. നെക്സ്റ്റ് പോയിന്റ്, സോൾവൻസി ആൻഡ് എഫിഷ്യൻസി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തു പോവുക. നെക്സ്റ്റ് വൺ, എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ചെയ്യുക റിസോഴ്സസിന്. നെക്സ്റ്റ് പോയിന്റ്, പ്രോപ്പർ ആയിട്ട് ഡെറ്റ്, ഇക്വിറ്റി, ഫിനാൻസ് കൊടുക്കുക. ഇനി ഇത്തരത്തില് എന്തൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി റെഫേഴ്സ് യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഓഫ് റിസോഴ്സ് ഫണ്ട്സ് in the capital structure of a company with a view to increase return on equity shares. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയറിൽ നിന്നുള്ള വരുമാനം മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഡിബഞ്ചറുകൾ, മറ്റുള്ള പ്രിഫറൻസ് ഷെയർസ്, ഇവയുടെയൊക്കെ സോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം ഇക്വിറ്റി ഷെയർസിന്റെ വാല്യൂ കൂട്ടുന്നു. Hence, equity existing shareholders wisely make use of creditorship securities to increase their own income. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇത്തരത്തില് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ഒക്കെ മാക്സിമം ഉപയോഗിക്കുന്നു. ഇത്തരത്തില് ഈ രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിംഗ്സ് പെർ ഷെയർ, ഇത് which is more when debt is used in capital employed. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡെറ്റ് ഉപയോഗിക്കുമ്പം ഏർണിംഗ്സ് പെർ ഷെയർ ക്യാപിറ്റലിൽ കൂടും എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദ ബിസിനസ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്.
Companies having regular cash inflows can issue more debt capital as they are in a position to repay the debt regularly. നല്ല രീതിയിൽ പൈസ വരുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഡെറ്റ് റീപേ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. Interest coverage ratio refers to the number of times earnings before interest and tax of a company cover interest obligation. Interest coverage ratio കണ്ടുപിടിക്കുന്നതാണ് earnings before interest and tax divided by interest. The higher the ratio, the lower shall be the risk of company. എന്താണ് interest coverage ratio എന്ന് പറയുന്നത്? Earnings before interest tax of a company divided by interest. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഏർണിങ്സ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റിനെയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ കൂടുതലാണെങ്കിൽ റിസ്ക് കുറവായിരിക്കും, കമ്പനിക്കുള്ള റിസ്ക് കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ. ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസീസ് റെഫേർഡ് ടു ICR, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ICRന്റെ ഡെഫിഷ്യൻസീസിന് ബന്ധപ്പെട്ടുള്ളതാണ് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് നോൺ ക്യാഷ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, റീപേയ്മെന്റ് ഒബ്ലിഗേഷൻ. ഈ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ കൂടുതലാണെങ്കിൽ which indicates better ability to meet cash commitments, and that type of company can include more debt capital in its capital structure. Higher debt service coverage ratio കൂടുതൽ എബിലിറ്റി ആണ് കാണിക്കുന്നത് ക്യാഷ് കമ്മിറ്റ്മെന്റ്സ് നടത്താനുള്ള. അപ്പൊ അവർക്ക് കൂടുതൽ ഡെറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടർ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹയർ ആണെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയിൽ ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുന്ന രീതിയാണെന്നാണ് പറയുന്നത്. എബിലിറ്റി ടു യൂസ് ഡെറ്റ് ഈസ് ഗ്രേറ്റർ. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഹയർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ചൂസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ടു ഇൻക്രീസ് ഏർണിംഗ്സ് പെർ ഷെയർ. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ മോർ ഡെറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇഫ് ഡെറ്റ് ക്യാൻ ബി റേസ്ഡ് അറ്റ് ലോവർ റേറ്റ്. നമുക്ക് ഡെറ്റ് കുറഞ്ഞ വിലക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡെറ്റ് റേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ടാക്സ് റേറ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ടാക്സ് റേറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ടാക്സ് റേറ്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഹയർ ടാക്സ് റേറ്റ് ആണെങ്കിൽ ഡെറ്റ് റിലേറ്റീവ്ലി ചീപ്പർ ആൻഡ് ഇൻക്രീസസ് ഇറ്റ്സ് അട്രാക്ഷൻ. ഹയർ ടാക്സ് റേറ്റ് ആണെങ്കിൽ ഡെറ്റ് റിലേറ്റീവ്ലി ചീപ്പർ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതനുസരിച്ച് അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Capital structure should provide minimum cost of capital. Usually debt is a cheaper resource of finance which compare to shares. An ideal capital structure that which has least cost. Capital structure minimum cost of capital ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. യൂഷ്വലി ഡെറ്റ് എന്ന് പറയുന്നതാണ് ബാക്കിയുള്ള കമ്പനിയുടെ ഫിനാൻസിനെക്കാട്ടിലും ചീപ്പർ ആയിട്ട് കിട്ടുന്ന നമ്മുടെ ഫണ്ട്. അപ്പൊ ഐഡിയൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കോസ്റ്റിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് കൺട്രോൾ. എന്താണ് കൺട്രോൾ? If existing equity shareholders does not want to lose control over the company affairs, they would prefer to issue preference shares and debentures to raise more funds. Existing equity shareholdersന് അവരുടെ കൺട്രോൾ നഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ അവർ കൂടുതലും പ്രിഫറൻസ് ചെയ്യുന്നത് ഓൺ ഫണ്ട് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസും അതേപോലെ പുറത്തുനിന്നുള്ള ഡിബഞ്ചേഴ്സും ആണ് കൂടുതൽ രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. They are not concerned about the control. They can issue more equity shares to raise funds. കൺട്രോൾ നഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ അവർ പ്രിഫറൻസ് ഷെയർസോ ഡിബഞ്ചേഴ്സോ ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കൺട്രോൾ നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇഷ്യൂ എക്സ്പെൻസസ് ലൈക്ക് ബ്രോക്കറേജ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ on equity shares high compared to creditorship securities. These expenses are called flotation cost. If the company does not want to spend more on flotation, they issue debenture. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റുകളാണ് ബ്രോക്കറേജ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്. ഈ കോസ്റ്റിനെയാണ് ജനറലി ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്.
ഇക്വിറ്റി ഷെയർസിന് ഹൈ ആണ് ഇത്തരത്തിലുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റുകൾ. അപ്പോൾ കമ്പനിക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റിൽ ഒത്തിരി ചെലവഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ്. ഇൻ ടൈംസ് ഡിപ്രഷൻ ഡിബഞ്ചേഴ്സ് ആർ കൺസിഡർഡ് ഗുഡ് വൈൽ ഇക്വിറ്റി ഷെയർസ് ഫൈൻഡ് ബെറ്റർ മാർക്കറ്റിംഗ് ഡ്യൂറിംഗ് റൈസിംഗ് പ്രൈസസ്. ബൂം പീരീഡിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും ഡിപ്രഷൻ പീരീഡിൽ ഡിബഞ്ചേഴ്സ് കൺസിഡർ ചെയ്യുന്നതുമാണ് നല്ലത് എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷന്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഫ്ലെക്സിബിലിറ്റി ആണ്. The capital structure should be designed in such a way that the company should be able to effect changes when it's required. Debt capital is highly flexible as it increase, reduce very easily. Flexibility എന്നുള്ള പോയിന്റ് ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിന് എപ്പോൾ വേണമെങ്കിലും ഒരു ചേഞ്ചസ് അഫക്ട് ചെയ്യാം. അത് ആ രീതിയിൽ അതിനെ അഫക്ട് ചെയ്യാന്നുള്ള രീതിയിൽ അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത്തരത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് റിസ്ക് കൺസിഡറേഷൻ. Use of debt increases the financial risk of the business. ഡെറ്റ് എപ്പോഴും റിസ്ക് കൂട്ടി കാണിക്കുന്നതാണ്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് എ കമ്പനി വിച്ച് ഇസ് അൺഎബിൾ ടു മീറ്റ് ഫിക്സഡ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ടു ലൈക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റാതിരിക്കുക, പ്രോപ്പറായിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാതിരിക്കുക, ഇതൊക്കെയാണ് റിസ്ക് കൺസിഡറേഷൻ എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത്. ഡെറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് വളരെയധികം കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ നെക്സ്റ്റ് ഫാക്ടറാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആപ്ലിക്കബിൾ ടു ദം. അവിടെയുള്ള ലീഗൽ ഫ്രെയിംവർക്സും അവിടുത്തെ റെഗുലേഷൻസും ഒക്കെ അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ പറയുന്നത്. ഫൈനൽ ഫാക്ടർ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്. യൂസ്ഫുൾ ഗൈഡ് ലൈൻസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിംഗ് ഈസ് ദ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ് ഓഫ് അതർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. ഏറ്റവും നല്ല രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അതേ ഇൻഡസ്ട്രിയുടെ മറ്റുള്ള കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണെന്ന് നോക്കി ആ രീതിയിലും കൂടെ നമ്മൾ ഫാക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന പോയിന്റ്സുകൾ.